കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ 2 തവണയായി ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. പക്ഷേ 2 തവണയും നമ്മൾ തിരിച്ചു പിടിച്ചു. അപ്പോഴൊക്കെ മുന്നിട്ട് നിൽക്കാനും കളിക്കാനും ഞാനും പരമേശ്വരൻ നായരും ഉണ്ടായിരുന്നു. എല്ലാം അറിയാവുന്ന ഭാവം, തൊടുന്നൊക്കെ അബദ്ധവും. പിള്ളേരല്ലേ, പരിചയക്കുറവുണ്ടാവും. ആ തമിഴനെ ഇവിടുന്ന് ഓടിക്കാനുള്ള സർവ്വ പണി ഞാൻ ഇണക്കിയതാ. അപ്പൊ ചാടിക്കേറി മുമ്പിൽ നിൽക്കാൻ ഒരുത്തൻ. അവനിത് എന്തിന്റെ കഴപ്പാ? കണ്ട തമിഴന്റെ ഒക്കെ വാലയെ തൂങ്ങി ന്യായം പറഞ്ഞ നടക്ക അയാളാര്? ഇവന്റെ തന്തയോ? ചിലപ്പോ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മാവനും വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൈയും കാലും തല്ലി ഒടിച്ച് പണ്ടേ പുഴയിൽ എറിഞ്ഞേനെ. എടാ, ഇത്തരം എടുത്തിയാട്ടത്തിനാ വിവരക്കേടെന്ന് പറയുന്നത്. പഴയ കാലമൊന്നുമല്ല. സുപ്രീം കോടതി പോയാലും നമ്മളൊന്നും കേസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല. അങ്ങനെ വേണം കാര്യങ്ങൾ ഇണക്കാൻ. അങ്ങനെ ഇണക്കിയിട്ടാണല്ലോ പേടിയ മുറി ഒഴിപ്പിച്ചെടുത്തത്. അത് ദായി നമ്പൂതിരിയെ പറഞ്ഞാൽ മതി. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുമ്പളങ്ങയും പടവലങ്ങയും തിന്ന് ജീവിക്കുന്ന ഉണ്ണി അമ്പൂരിയെ കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ ടൈഗർ ആന്റണിയെ പോലെ കൊടി കെട്ടി ഒരുത്തനെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. അതാ എനിക്ക് ഓടിയ ബുദ്ധി. ആ ചെക്കൻ ഒപ്പിടുകയും ചെയ്തു. അതിനിടയ്ക്കല്ലേ മറ്റേ ചെറ്റ വന്ന് കയറിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ശത്രുക്കളില്ല, ശത്രുവേ ഉള്ളൂ. സംഹാരപൂജയ്ക്കുള്ള സമയമായോ എന്നൊരു സംശയം. സംശയമൊന്നും വേണ്ട. താൻ പോയ ടൈഗർ ആന്റണിയോട് വരാൻ പറ. ശരി എന്ന് വെച്ചാൽ തയ്യാറായിട്ട് തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയച്ചാൽ ശരിയാവില്ല. ഞാൻ കൂടെ ചെല്ലാം. പോടോ. ചപ്പൻ, താൻ എന്ത് കണക്കായി കൂട്ടുന്നേ? 8 3 11, 11 4 15, 15. ഇന്ന് വാവാ, ആകാൻ നല്ല ദിവസം. ഒറ്റ പോക്ക, പിന്നൊരു ജന്മം ആ ആത്മാവിന് പറഞ്ഞിട്ടില്ല. ஏய், என்ன உனக்கு வண்டி ஓட்ட தெரியாதா? അറിയാം. അറിയും. ഇവൻ എഞ്ചിൻ ഓഫ് ചെയ്യാൻ അറിയും. வித்தை இல்லாத மனுஷன் செத்த பணத்துக்கு சமம். இந்த வயசுல தான்டா ஓடி ஆடி வேலை கத்துக்கணும். அவன் கூடயே குரங்கு குட்டி மாதிரி ஒட்டிக்கிட்டு இருக்க. ഇയാൾക്ക് ഈ വയറിങ്ങിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. ഈ ഇലക്ട്രിക്കൽ മെക്കാനിസം. വണ്ടിയുടെ കടം കുറച്ചുകൂടെ വീട്ടാണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ ഞാൻ പോളിടെക്നിക്ക് വിടാൻ പോവാ. வெரி குட், வெரி குட். ஆமா, தினம் வேலை முடிஞ்ச உடனே நீ எവിടെ போகணும்? എവിടെ പോവാൻ? വീട്ടിൽ പോവും. படக்கை தக்கை சுத்த வேண்டியது, பம்பு சண்டைக்கு போக வேண்டியது. கேட்டா வீட்டுக்கு போறேன்னு சொல்றேன். ஏய், எனக்கா தெரியாது? അയ്യോ, ഞാനാ? ഞാൻ പാവം. ஏய், உங்க ஐயா தண்ணி குடிப்பாரா? பொன்னதாப்பா, குடிப்பியா? ഞാൻ തണ്ണി குடிப்பியா? കുടിക്കും. அதான் கேட்டேன். അതാ ഞാൻ പറഞ്ഞ കുടിക്കുന്നു. எனக்கு ஞானக்கண்ணு இருக்கு. நான் இவ்வளவு உட்காந்துக்கிட்டே எവിടെ என்ன நடக்குதுன்னு அறியும். காலையில தானே எல்லாரும் அட்டண்டன்ஸ் கொடுப்பாங்க. நீ சாயந்தரமாவும் அட்டண்டன்ஸ் கொடுக்கணும். வேலை முடிஞ்ச உடனே வா, நானும் உன் கூட வர்றேன். என்ன கூட்டிட்டு அங்க வந்து தண்ணி எல்லாம் சாப்பிடும். தண்ணி நானா? அது இல்லப்பா, என்ன கொண்டு போய் டிவியில விட்டுரு. டிவியில? ഈ വണ്ടിയില? தாங்காத, ഭയങ്കര കുലുങ്ങും കുലുങ്ങും കിടന്ന്. நான் வந்தா குலுங்கோ, பொம்பளை வந்தா குலுங்காதோ? ഞാൻ മറ്റേ മുതലാളി. டேய், இனிமே என்ன முதலாளின்னு கூப்பிடக்கூடாது. ശരി സാർ. சாருன்னு விളിக்க கூடாது. പിന്നെ എങ്ങനെ വിളിക്കണം? വരട്ടെ പെരിയാരെ. சரிடா சின்னவரே. ஏய் ஏய் சின்ன, சாயந்தரம் என்ன கூட்டிட்டு போக மறந்துடாதே. ശരി പെരിയാരെ. ആന്റണി ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും വാല് മുറിയരുത്. തല കുത്തി നിന്നാലും ഒരു തുമ്പും കിട്ടരുത്. ഞങ്ങളാരും ഇതിന്റെ പുറകിലില്ല. ഞാനേ ഇല്ല, പിന്നല്ലേ? താൻ കൂടെ പോ. അല്ല, ഞാൻ തന്നെ പോണോ? ആളെ കാണിച്ചു കൊടുക്കണ്ടേ? ചെല്ലടോ. ശരി.
എന്താ ഉണ്ണി? ഏതോ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ഏതോ വണ്ടി വിടും, ഓടിക്കോ. ഗോവിന്ദുട്ടി, ഗോവിന്ദുട്ടി, ഉണർത്തണ്ട, മരുന്ന് കൊടുത്ത് കെടുത്തിരിക്കുക. പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ. ചോര ഒരുപാട് പോയി. ഞങ്ങളുടെ ഒന്നും പാകായില്ല. പിന്നെ ആ മുതലാളി ഉണ്ടായിരുന്നു ഭാഗ്യം. ഇതുവരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ. പിന്നെ വരാം. உன்னை எல்லாத்தையும் முடிச்சுட்டு தான் நான் வந்திருக்கேன். ഇനി അവനെ കാണാൻ പറ്റില്ല. നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നി വന്നു, അത്രേ ഉള്ളൂ. അമ്മമ്മയ്ക്ക് മോനെന്താ കൊണ്ടുവന്നേ? അമ്മയുടെ ബാഗിലുണ്ട്. റാങ്ക് എത്ര കിട്ടി മോനെ ഇത്തവണ? അമ്മയും അമ്മയും ഒന്നിങ്ങോട്ട് വരുവോ? നന്ദിനി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് ഗോവിന്ദൻകുട്ടിയെ കണ്ട കാര്യം അങ്ങ് ആലപ്പുഴയിൽ അറിയണമെങ്കിൽ അത് ഇവിടെ മുഴുവൻ പാട്ടായി കാണുമല്ലോ. നീ കരുതുന്ന പോലെയൊന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നും. പണ്ട് ചിലരൊക്കെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് മാറി വരണതേ ഉള്ളൂ. ഇപ്പോ ഇനി അതൊക്കെ കുത്തിപ്പൊക്കില്ലേ ആളുകള്? ഞാനൊക്കെ അറിയുന്നുണ്ട്. അപ്പൂരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടൻ ആ വശമേ നിൽക്കൂ. പോട്ടെ, നമ്മളുടെ ആടെ അടുത്ത് പറയാന്ന് വെച്ചാലോ, അപ്പൊ എഴുന്നള്ളിക്ക് ചന്ദ്രന്റെ അടുത്ത്. പിന്നെ അവൻ വെട്ടാനും കുത്താനും നിൽക്കും. എന്താ വേണ്ടെന്ന് ഒരു രൂപവും ഇല്ലാണ്ട് നിൽക്കണേ. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച ശാസിക്കുന്നവരോട് പിന്നെ വിരോധേ തോന്നും ഈ പ്രായത്തില്. നീ തന്നെ സ്നേഹമായിട്ട് അവളോടൊന്ന് പറ. പറയും, പറയാനാ വന്നത്. തന്നെയല്ല, ശ്രീനേട്ടൻ അന്ന് പറഞ്ഞ ആ പയ്യൻ ലീവിന് വന്നിട്ടുണ്ട്. അമ്മയും അമ്മായിയും കൂടെ അച്ഛനെയും അമ്മാവനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മതി പഠിച്ചതൊക്കെ. ഇവിടെ ആരുമില്ല. നാളെ കുറേയായി ആ തെണ്ടി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കണം. ഇന്ന് തന്നെ ഞാൻ വിടില്ല. ഈശ്വരനോർത്ത് പോകൂ. പുത്തമ്പുരയ്ക്കലെ ചെറിയ കാരണവരുടെ യോഗ്യത നാലാളെ വിളിച്ചറിയിക്കട്ടെ. അരുത്, നാണം കെട്ടത് ഗോവിന്ദൻകുട്ടി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു തറവാട്ടിലേ അല്ലേ? ആണല്ലോ.
മണമുട്ടിയപ്പോഴെങ്കിലും നിന്റെ പുഴുത്ത നാക്കിനത് വീണല്ലോടാ. ഇവിടെ ആയിപ്പോയി. ഇത് നിന്റെ ശവം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. വാതി തുറക്ക്. ഞാൻ വേണേ നിന്റെ കാല് പിടിക്കാം. കാല് പിടിക്കേണ്ട എന്റെ ഒന്നുമല്ല. ഇത് അവിടെ ചെന്ന് പിടിക്കുക. ചെന്ന് മാപ്പ് വരാൻ പറ. ചെല്ലാം. ഉണ്ണി പോയി എന്നറിഞ്ഞപ്പോ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു നിന്റെ കാതിൽ നിറയെ. കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നത്. ഉണ്ണിക്കൊന്നും പകരമല്ല. എന്നാലും ഈ ആയുഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞു.